ഇതൊരു പ്രണയകഥയാണ്. 1990കളിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു പ്രണയകഥ. ഈ കഥയിലെ നായകന്റെ പേര് ഹരി എന്നാണ്. പഠനം കഴിഞ്ഞ് തൊഴിലന്വേഷിച്ച് നടക്കുന്ന കോടിക്കണക്കിന് യുവാക്കളിൽ ഒരാളായിരുന്നു ഹരിയും. അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബമായിരുന്നു ഹരിയുടേത്. ദാരിദ്ര്യം പ്രണയത്തിന്റെ കൂമ്പടയ്ക്കുമോ? ഇല്ല. പ്രായം മനസ്സിൽ പ്രണയം നിറയ്ക്കുന്നത് ജീവിത പ്രാരാബ്ദങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പ്രണയിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? ഹരിയുടെ മനസ്സിലും പ്രണയത്തിന്റെ പന്നീർ പൂവുകൾ കാലം വിരിയിച്ചു. വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാൻ ഹരി ദിവസവും ഫ്രണ്ട്സിനോടൊപ്പം ടൗണിലേക്ക് പോകാറുണ്ട്. സമയം പോയി കിട്ടും. ഒപ്പം ജോലി അന്വേഷണവും നടക്കും. ടൗണിൽ ജോലിയുള്ള ഫ്രണ്ട്സിനോടൊപ്പം അവരുടെ ബൈക്കിൽ സൗജന്യ യാത്ര തരപ്പെടുന്നത് കൊണ്ട് പണച്ചിലവുമില്ല. ടൗണിൽ ചുറ്റിയടിച്ചും സ്ഥാപനങ്ങൾ തോറും കയറിയിറങ്ങി ജോലി തെണ്ടിയും ചിലവഴിച്ച ഒരു പകലിൽ ഹരി അവളെ കണ്ടു. പ്രതിഭ എന്ന ബുക്ക് സ്റ്റാളിനകത്ത് ഒരു പനനീർ പുഷ്പം പോലെ, അല്ലല്ല, 1000 പനനീർ പൂക്കൾ വിടർന്ന് ഒന്നു ചേർന്ന ഒരു വസന്തം പോലെ അവൾ. മുറിച്ച വയനാടൻ മഞ്ഞളിന്റെ നിറവും വിടർന്ന കരിനീല കണ്ണുകളും മധുപൂർന്ന പുഞ്ചിരിയെ കോർത്തുവച്ച മുനകൂർത്ത ചുണ്ടുകളും കറുത്തിരുണ്ട് ചുരുണ്ട് സമർത്ഥമായ കേശഭാരവും മിനുത്ത കവിളിനെ അലങ്കരിക്കുന്ന നനുത്ത നുണക്കുഴികളും ഉള്ള ഒരു കൊച്ചു സുന്ദരി. അവൻ ആ കടയ്ക്ക് മുന്നിൽ നിശ്ചലനായി നിന്നുപോയി. പ്രണയത്തിന്റെ ആദ്യ സ്പർശനത്തിൽ വിദ്യുത് പ്രവാഹമേറ്റതുപോലെ അവൻ തരിച്ചു നിന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയം, ഹൃദയസ്പന്ദനം നിലച്ചുപോയ നിമിഷങ്ങൾ. അവൻ സ്വയം പറഞ്ഞു, ഇതാ എന്റെ പെണ്ണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രതിഭ ബുക്ക് സ്റ്റാളിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ കാലത്ത് 8 മണിക്ക് തന്നെ ഹരി സ്ഥാനം പിടിക്കും. കൃത്യം 8:30 അവൾ കടയിലെത്തും. അവൻ അവളെ തന്നെ അങ്ങനെ നിർനിമേഷം നോക്കി നിൽക്കും. ഒരു തവണ പോലും അവൾ അവനെ കടാക്ഷിച്ചതേയില്ല. പക്ഷേ അവൻ നിരാശനാകാതെ ഏകാന്തതയുടെ ആ അപാര തീരത്ത് മനസ്സിൽ പ്രണയവുമായി ഒറ്റ നിൽപ്പ് നിൽക്കും. അവന്റെ മനസ്സിൽ നിന്ന് പ്രണയതരംഗങ്ങൾ റോഡ് മുറിച്ച് കടന്ന് അവളെ ചെന്ന് പൊതിഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ അനുരാഗം അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? അവന് നിശ്ചയമില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും പ്രണയം സോമലതിക പിഴിഞ്ഞ ലഹരിയായി അവനെ ഉന്മത്തനാക്കിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ജോലിയില്ലാത്ത അവസ്ഥയും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഹരിയെ ഒരു വലിയ ഭീരുവാക്കി മാറ്റിയിരുന്നു. അപകർഷതാബോധം സമ്മാനിച്ച ആത്മവിശ്വാസമില്ലായ്മയിൽ കഴുത്തോളം മുങ്ങി നിൽക്കുന്ന അവസ്ഥ. എങ്കിലും തന്റെ പ്രണയം കൈവിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവൾ തന്നെയൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തതിൽ അവന്റെ മനസ്സ് നൊന്തു. അതിവൈകാരികതയുടെ അത്യുന്നതങ്ങളിലേറി ആശയറ്റ് അവൻ കരഞ്ഞു. അവളെ അടുത്ത് കാണണം, അവളോട് സംസാരിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകൾ കിനാവള്ളികൾ പോലെ അവനെ ചുറ്റിവരിഞ്ഞു. പക്ഷേ എങ്ങനെ അത് സാധിക്കും? ചിന്തകൾ പല വഴിക്ക് പാഞ്ഞു. ഒടുവിൽ ഒരു മാർഗം അവൻ കണ്ടെത്തി. അവൾ ജോലി ചെയ്യുന്ന ബുക്ക് സ്റ്റാളിൽ കയറി പുസ്തകങ്ങൾ വാങ്ങുക. അപ്പോൾ അവളെ അടുത്ത് കാണാമല്ലോ. പക്ഷേ അതിന് പണം വേണം. അതിനും ഒരു മാർഗം അവൻ കണ്ടെത്തി. ടൗണിലുള്ള ഹോട്ടലിൽ അവൻ ജോലിക്ക് കയറി. ദിവസവും 200 രൂപ ശമ്പളം. കണ്ടവന്റെ എച്ചിലെടുക്കുന്ന വിദ്യാസമ്പന്നൻ. പക്ഷേ തുച്ഛമായ ആ വേതനം അവന് വിലപ്പെട്ടതായിരുന്നു. ദിവസവും വൈകുന്നേരം അവൻ കൂലി വാങ്ങും. എന്നിട്ട് അവൾ ജോലി ചെയ്യുന്ന ബുക്ക് സ്റ്റാളിലെത്തും. ഒരു പുസ്തകം വാങ്ങും. അവളെ അടുത്തുനിന്ന് കാണും. അവളുടെ സാമീപ്യത്തിൽ, ഗന്ധത്തിൽ മതിമറന്നങ്ങനെ നിൽക്കും. പക്ഷേ തന്റെ പ്രണയത്തെക്കുറിച്ച് അവൻ അവളോടൊന്നും പറഞ്ഞില്ല. പറയണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ തലയിലേക്ക് രക്തം ഇരച്ചു കയറും. ഹൃദയം അതിദ്രുതമിടിക്കും. തൊണ്ട വരളും. നാളെ പറയാം എന്ന് വിചാരിച്ച് തന്റെ പ്രണയാഭ്യർത്ഥന അവൻ നീട്ടി വച്ചു. ഒരാഴ്ച കൊണ്ട് അവളുടെ പേരവൻ മനസ്സിലാക്കി. ലക്ഷ്മി, അതാണ് അവളുടെ പേര്. മഞ്ഞുതുള്ളിയുടെ സ്നിഗ്ധതയും മനോഹരമായ ചിരിയും സ്വന്തമായ താരുണ്യ പുഷ്പം. ഹരിയുടെ ഹൃദയ സാമ്രാജ്യത്തിലെ രാജകുമാരി. സ്ഥിരം കസ്റ്റമറായതുകൊണ്ട് അവനെ കാണുമ്പോഴേക്കും അവൾ ചിരിക്കും. 1000 വസന്തങ്ങൾ ഒതുക്കി വച്ച ചിരി. അവൾ കച്ചവടത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അവനോട് സംസാരിച്ചില്ല. ഒരു പുസ്തകം വേണം എന്നല്ലാതെ മറ്റൊന്നും അവനും പറഞ്ഞില്ല. ഒരു പുസ്തകം വേണം എന്ന് ഹരി പറയുമ്പോൾ ലക്ഷ്മിയാണ് പുസ്തകം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഭംഗിയായി പൊതിഞ്ഞ് അതവന് നൽകും. അവളുടെ സാമീപ്യം പകർന്നു നൽകിയ ആനന്ദവും ആസ്വദിച്ച് മൗനത്തിന്റെ വാൾമേഘത്തിനുള്ളിൽ അവനങ്ങനെ നിൽക്കും. അവൾ വച്ചു നീട്ടുന്ന പുസ്തകവും വാങ്ങി പണവും കൊടുത്ത് ലഹരിക്ക് അടിമപ്പെട്ടവനെ പോലെ ഇഹലോകത്തെ വിസ്മരിച്ച് അവൻ നടക്കും. ചുറ്റും വർണ്ണച്ചിറകുകളുള്ള 1000 പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്നതായി അവന് തോന്നും. വീട്ടിലെത്തി അവളുടെ കരസ്പർശം പതിഞ്ഞ പുസ്തകവും മാറോടണച്ചു പിടിച്ച് അവൻ കിടക്കും. മനസ്സ് പ്രണയത്തിന്റെ വസന്ത തീരങ്ങളിലേക്ക് സ്വപ്നരഥമേറി പാഞ്ഞു പോകും.
തുറന്നു പറയാനാകാത്ത പ്രണയം മനസ്സിൽ തറച്ച മുള്ളാണ്. അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെ ഹരി ബുക്ക് സ്റ്റാളിലെത്തും. ലക്ഷ്മിയെ കൺകുളിർക്കെ കാണും. പിശുക്കി അവൾ വാരി വിതറുന്ന മൊഴിമുത്തുകൾ പെറുക്കിക്കൂട്ടി ഹൃദയത്തിൽ നിറയ്ക്കും. അവളുടെ ചിരിയിൽ മയങ്ങി നിൽക്കും. പുസ്തകവും വാങ്ങി പണവും നൽകി മടങ്ങും. ദിവസവും ഹരി വിചാരിക്കും, ഇന്ന് ലക്ഷ്മിയോട് എല്ലാം തുറന്നു പറയണം. പക്ഷേ അത് നടപ്പിലാക്കാൻ അവന് കഴിഞ്ഞില്ല. തുറന്നു പറയാനാകാത്ത പ്രണയവും മനസ്സിലേറ്റി നടക്കുന്ന ലക്ഷക്കണക്കിന് ഭീരുക്കളിൽ ഒരാളായി അവനും ഈ ഭൂമിയിൽ ജീവിച്ചു. പാവം. സാർത്ഥകമാകാത്ത കിനാവുകളും മുറി നിറയെ പുസ്തകങ്ങളുമായി അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം ഹരി ബുക്ക് സ്റ്റാളിലെത്തുമ്പോൾ കണ്ടത് സുന്ദരനായ ആഡംബരാംബരനായ ധനാട്യനെന്ന് തോന്നിക്കുന്ന ഒരു യുവാവുമായി ലക്ഷ്മി ചിരിച്ചുല്ലസിച്ചു നിൽക്കുന്നതാണ്. ഹരിയുടെ മനസ്സിൽ ഒരു തീക്കാറ്റ് വീശി മുഖപുഷ്പം കരിഞ്ഞു. അവൻ ഒന്നും പറയാതെ തിരികെ നടന്നു. മുൻകൂട്ടി പായ്ക്ക് ചെയ്തു വച്ചിരുന്ന പുസ്തകവുമായി ലക്ഷ്മി പിന്നാലെ ചെന്ന് വിളിച്ചിട്ടും അവൻ നിന്നില്ല. അശാന്തമായ ചിന്തകളുടെ കടന്നൽ കൂട്ടങ്ങൾ അവന്റെ തലച്ചോറിൽ മൂളിപ്പറന്നു. ആ ധനാഠ്യൻ ലക്ഷ്മിയുടെ കാമുകനാണ്. പല മേഖലകളിലും എന്നതുപോലെ പ്രണയത്തിലും താൻ ഇതാ പരാജിതനായിരിക്കുന്നു. വീട്ടിലെത്തിയ ഹരി മുറിക്കകത്ത് കയറി വാതിലടച്ചു. അവൻ ഒരുപാട് കരഞ്ഞു. പ്രണയവും പ്രണയിനിയും നഷ്ടമായി. താനിനി എന്തിനു ജീവിച്ചിരിക്കണം? പ്രണയത്തകർച്ച എത്രയെത്ര സാധുക്കളുടെ ജീവനെടുത്തിട്ടുണ്ട്. അതിവൈകാരികത നിറഞ്ഞ മനസ്സുള്ളവരാണ് അതിതീവ്രമായി പ്രണയിക്കുക. അവർക്ക് പ്രണയത്തകർച്ച സഹിക്കാനാവില്ല. അപ്പോഴവർ മരണത്തെ പ്രണയിക്കുകയാണ് പതിവ്. ഹരിയും ആ വഴിക്ക് തന്നെ പോയി. തന്റെ പ്രണയവും കിനാവുകളും ഭൂമിയിൽ ഉപേക്ഷിച്ച് അനന്തതയിലേക്ക് അവൻ പറന്നു പോയി. ഹരിയുടെ മരണശേഷം ഒരു സുഹൃത്ത് അവന്റെ മുറി പരിശോധിക്കാനിടയായി. ആ മുറി നിറയെ പുസ്തകങ്ങളായിരുന്നു. പായ്ക്ക് ചെയ്തു വച്ചിരിക്കുന്ന തുറന്നു പോലും നോക്കാത്ത പുസ്തകങ്ങൾ. അവയോരോന്നായി ആ സുഹൃത്ത് പരിശോധിച്ചു. മിക്കതും പ്രണയ നോവലുകൾ. ചില പുസ്തകങ്ങൾക്കകത്ത് ഭംഗിയായി മടക്കി വച്ച ചില കടലാസുകൾ ആ സുഹൃത്ത് കണ്ടു. വടിവൊത്ത കൈയക്ഷരത്തിൽ എഴുതിയ പ്രണയലേഖനങ്ങളായിരുന്നു അവ. ഓരോ കത്തിന്റെ അവസാനവും ഇങ്ങനെ എഴുതിയിരുന്നു: എന്ന് ഹരിയുടെ സ്വന്തം ലക്ഷ്മി.